കോൺഗ്രസ് തന്നെയാണ് ഇന്നും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന്. കേരള കോൺഗ്രസിലെ തർക്കം പരിഹരിക്കാൻ ഉള്ള ശ്രമം ഇപ്പോൾ കോൺഗ്രസിന് കൈമാറിയിരിക്കുകയാണ് പി ജെ ജോസഫ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു പി ജെ ജോസഫ് എന്നർത്ഥം. ചില ഉപാധികൾ വെച്ച് താൻ ഈ പാർട്ടിയിൽ തന്നെ തുടരാം എന്ന് പി ജെ ജോസഫ് തീരുമാനിച്ചു എന്നാണ് അറിയുന്നത്. ആ ഉപാധികൾ എന്തായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു പൂർണ്ണ ചിത്രം വരാനിരിക്കുന്നതേ ഉള്ളൂ. കേരള കോൺഗ്രസിലെ തർക്കം തീർക്കാനുള്ള ബാധ്യത ഇപ്പോൾ UDF-നെ നയിക്കുന്ന കോൺഗ്രസിൻ്റെതായി മാറിയിരിക്കുന്നു. ഇതടക്കമുള്ള തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കടക്കുന്നു ഇലക്ഷൻ ഗേറ്റ്. ആദ്യം പ്രധാന തെരഞ്ഞെടുപ്പ് തലക്കെട്ടുകളിലേക്ക്. കേരള കോൺഗ്രസ് തർക്കം കോൺഗ്രസിന് വിട്ട് പി ജെ ജോസഫ്. KM മാണിയുമായി സഹകരിക്കുന്നതിൽ ഉപാധികൾ വച്ചു. മുന്നണി പിളർത്തില്ലെന്ന് ഉറപ്പ്. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിക്കില്ലെന്ന് ജോസ് കെ മാണി. പി ജെ ജോസഫിന് പിന്തുണയുമായി യൂത്ത് ഫ്രണ്ട്. പ്രശ്നം രമ്യമായി പരിഹരിക്കുമെന്ന് രമേശ് ചെന്നിത്തല. അധികാരത്തിലെത്തിയാൽ കേന്ദ്ര സർക്കാർ ജോലികളിൽ 33% വനിതാ സംവരണം കൊണ്ടുവരുമെന്ന് രാഹുൽ ഗാന്ധി. പൊതുവേദിയിൽ ചോദ്യങ്ങളെ നേരിടാൻ നരേന്ദ്രമോദിക്ക് ധൈര്യമുണ്ടോ എന്നും രാഹുൽ. Standing in the middle of 3,000 women like this. How many times have you seen the Prime Minister of India standing here like this, being open to any question from anybody? നരേന്ദ്രമോദി തൊഴിൽ ഘാതകനെന്ന് കോൺഗ്രസ്. സാമ്പത്തിക വളർച്ചയുടെ സൂചികകളെല്ലാം താഴ്ന്ന നിരക്കിലെന്നും രൺദീപ് സുർജേവാല. ശബരിമല വിഷയത്തിൽ വ്യക്തത വരുത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ക്ഷേത്രം തിരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നത് ചട്ടലംഘനം. മതവിദ്വേഷം പടർത്തരുതെന്ന് മാത്രമാണ് നിർദ്ദേശമെന്ന് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. ഏത് കമ്മീഷൻ പറഞ്ഞാലും ശബരിമല തെരഞ്ഞെടുപ്പ് വിഷയമാക്കുമെന്ന് K സുധാകരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കരുതെന്ന് ആവർത്തിച്ച് വെള്ളാപ്പള്ളി നടേശൻ. തുഷാർ മത്സരിച്ചാലും പ്രചാരണത്തിനിറങ്ങില്ല. ആലപ്പുഴയിൽ ആരിഫിന് വിജയം സുനിശ്ചിതം. തിരുവനന്തപുരത്ത് മത്സരം തീപാറുമെന്നും വെള്ളാപ്പള്ളി. ആലത്തൂരിലെ LDF കൺവെൻഷനിൽ വൈദികരെ പങ്കെടുപ്പിച്ചതിനെതിരെ കോൺഗ്രസ്. വൈദികർ ലോഹിയിട്ട് എത്തിയത് ചട്ടലംഘനമെന്ന് ആരോപണം. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് അനിൽ അക്കരെ MLA പരാതി നൽകി. കോൺഗ്രസ് BJP-യിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയെന്ന് പിണറായി വിജയൻ. കേരള കോൺഗ്രസിലെ സീറ്റു തർക്കത്തിൽ പരിഹാരമാർഗങ്ങൾ കോൺഗ്രസിന് വിട്ടിരിക്കുകയാണ് പി ജെ ജോസഫ്. തൽക്കാലം മുന്നണി വിടുകയോ പാർട്ടി പിളർത്തുകയോ ചെയ്യില്ല എന്ന് ജോസഫ് പറഞ്ഞു. മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി യോജിച്ച് പ്രവർത്തിക്കുമെന്നും ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ചുരുക്കത്തിൽ കോൺഗ്രസിനാണ് ഇനി കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തീർക്കാനുള്ള ബാധ്യത വന്നു ചേർന്നിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളുമായി ഇന്ന് തിരുവനന്തപുരത്ത് നടത്തിയ മാരത്തൺ ചർച്ചകളിൽ താൽക്കാലിക വെടിനിർത്തലിന് പി ജെ ജോസഫ് തയ്യാറായതായാണ് സൂചന. കോൺഗ്രസ് നേതാക്കളുമായി ഒറ്റയ്ക്കും കൂട്ടായും നടത്തിയ ചർച്ചകളിൽ പ്രശ്നപരിഹാരത്തിന് കോൺഗ്രസും UDF മുൻകൈയെടുക്കണമെന്ന് ജോസഫ് വിഭാഗം ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ എന്തായാലും അംഗീകരിക്കുമെന്ന നിലപാടിലാണ് പി ജെ ജോസഫ്. പി ജെ ജോസഫ് സ്ഥാനാർത്ഥിയാകുന്നതിനോട് കോൺഗ്രസിനും അനുകൂല സമീപനമായിരുന്നു. അതുകൊണ്ടുതന്നെ നിലവിലെ തർക്കത്തിൽ കോൺഗ്രസ് തന്നെ പരിഹാരം കാണട്ടെ എന്നതാണ് ജോസഫിന്റെ സമീപനം. അതിൻ്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്തു, ആലോചിച്ചിട്ട് അതേ സംബന്ധിച്ചിട്ടുള്ള ഒരു നിലപാട് പറയാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. എല്ലാ സീറ്റും ജയിക്കുന്നതിനെ പറ്റി മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ, കോട്ടയം ഉൾപ്പെടെ. അത് തോക്കുന്നതിന് ഉത്തരവാദിത്വമില്ല, അങ്ങനെ കാര്യം മുന്നിട്ടേ ഇല്ല. KM മാണിയും ജോസ് കെ മാണിയും ഉൾപ്പെടെ മുന്നണിയിലെ എല്ലാവരുമായും ചർച്ച ചെയ്ത രമ്യമായ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓരോ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളാണിത്. ആ തീരുമാനങ്ങളിൽ ഉണ്ടായതിൽ അഭിപ്രായ വ്യത്യാസമാണ്. അത് ഞങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നോക്കുകയാണ്. മാണി സാറുമായിട്ടും ജോസ് കെ മാണിയായിട്ടും എല്ലാം സംസാരിക്കുന്നുണ്ട്. കോട്ടയം ഇടുക്കി സീറ്റുകൾ വെച്ചുമാറുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ പി ജെ ജോസഫ് മുന്നോട്ട് വെച്ചു. മുന്നണി വിടില്ലെന്നും ഏതെങ്കിലും ഘട്ടത്തിൽ പാർട്ടി പിളർന്നാൽ സ്വന്തം നിലയിൽ മുന്നണിയിൽ തുടരാൻ അനുവദിക്കണമെന്നും ജോസഫ് കോൺഗ്രസ് നേതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നിലവിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് പി ജെ ജോസഫ് പോകില്ലെന്ന് തന്നെയാണ് സൂചന. 24 തിരുവനന്തപുരം. പി ജെ ജോസഫിനെ ഒഴിവാക്കി കോട്ടയത്ത് തോമസ് ചാഴികാടനെ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനത്തിൽ മാണി ഗ്രൂപ്പിനുള്ളിൽ ഭിന്നത ശക്തമാകുന്നു.
ജോസഫിനെതിരായ അഭിപ്രായങ്ങളാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉയർന്നതെന്ന ജോസ് കെ മാണിയുടെ നിലപാട് തള്ളി യൂത്ത് ഫ്രണ്ട് എം രംഗത്തെത്തി. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ജോസഫിനെതിരെ ആരും നിലപാടെടുത്തിട്ടില്ലെന്നും സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നില്ലെന്നും സജി മഞ്ഞക്കടമ്പൻ വ്യക്തമാക്കി. ജോസഫിന് സീറ്റ് നൽകണം എന്നായിരുന്നു അഭിപ്രായമെന്നും സജി മഞ്ഞക്കടമ്പൻ പറഞ്ഞു. കീഴ്ഘടകങ്ങളോട് ആലോചിച്ച സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമെന്നായിരുന്നു PJ ജോസഫിന്റെ ആരോപണം. എന്നാൽ ഇത് ജനാധിപത്യപരമായ നടപടിയാണെന്ന് ജോസ് കെ മാണി പറഞ്ഞു. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ജോസഫിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടായെന്നും ഇതുകൂടി പരിഗണിച്ചാണ് KM മാണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്നും ജോസ് വ്യക്തമാക്കി. ഇതിന്റെ തെളിവുകൾ കൈവശമുണ്ടെന്നും ജോസ് കെ മാണി പറഞ്ഞു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഘടകങ്ങൾ അവിടെയുള്ള നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് വളരെ ജനാധിപത്യപരമായി എടുത്ത തീരുമാനമാണ്. ഇതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മിക്കവാറും ഉള്ളവരെല്ലാം സൈൻ ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. തൊട്ടു പിന്നാലെ ജോസ് കെ മാണിയെ തള്ളി യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ രംഗത്തെത്തി. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ജോസഫിനെതിരെ ആരും നിലപാടെടുത്തില്ലെന്നും സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഒരു ചർച്ചയും യോഗത്തിൽ നടന്നില്ലെന്നും സജി മഞ്ഞക്കടമ്പിൽ വ്യക്തമാക്കി. ജോസഫിന് സീറ്റ് നൽകണമെന്നായിരുന്നു അഭിപ്രായമെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. എന്ത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തുകൊണ്ട് പാർട്ടിയിൽ ഒരു ഭിന്നിപ്പുണ്ടാവാതിരിക്കണം, അത് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യണം. അത് PJ സാറിന് സീറ്റ് കൊടുത്താണെങ്കിൽ കൊടുക്കണം എന്നുള്ളതിൽ ഞങ്ങൾ യൂത്ത് ഫ്രണ്ട് അഭിപ്രായം പറഞ്ഞു തന്നെയാണ്. അത് മാണി സാറിൻ്റെ അടുത്തും ബഹുമാനപ്പെട്ട ജോസ് കെ മാണിയുടെ അടുത്തും മുഴുവൻ നേതാക്കന്മാരുടെ അടുത്ത് പറഞ്ഞു, ഒളിച്ചല്ല പറഞ്ഞത്, നേരിട്ട് പറഞ്ഞത്. തോമസ് ചാഴിക്കാടന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ എന്ത് സംഭവിച്ചാലും മാറ്റമുണ്ടാകില്ലെന്ന് നേതൃത്വം വ്യക്തമാക്കുമ്പോഴാണ് മാണി വിഭാഗത്തിൽ നിന്ന് തന്നെ ജോസഫിന് അനുകൂലമായി പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. ജോസ് കെ മാണിയെ തള്ളി പ്രതികരിച്ചതിന് തൊട്ടു പിന്നാലെ സജി മഞ്ഞക്കടമ്പിൽ നിലപാട് മയപ്പെടുത്തി വീണ്ടും രംഗത്ത് വന്നു. ഗ്രൂപ്പിനുള്ളിലെ ഭിന്നത മറന്നീക്കി പുറത്തുവരുമ്പോഴും ജോസഫ് എന്ത് തീരുമാനമാണ് സ്വീകരിക്കാൻ പോകുന്നതെന്നാണ് മാണി ക്യാമ്പ് ഇനി കാത്തിരിക്കുന്നത്. ഇതറിഞ്ഞ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ KM മാണിയുടെ പ്രതികരണമുണ്ടാകൂ. 24 കോട്ടയം. അയ്യപ്പന്റെയോ ശബരിമലയുടെയോ പേരിൽ വോട്ട് ചോദിക്കരുതെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം. സ്ത്രീ പ്രവേശനം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചാൽ തടയാനാകില്ലെന്നും ടിക്കാറാം മീണ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ ഓരോ കേസും വ്യത്യസ്തമായി പരിഗണിച്ച് തീരുമാനമെടുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. സർവകക്ഷി യോഗത്തിന് മുൻപ് സ്ഥലപരിമിതിയുടെ പേരിൽ BJP നേതാക്കളും തെരഞ്ഞെടുപ്പ് ഓഫീസറും തമ്മിൽ തർക്കമുണ്ടായിരുന്നെങ്കിലും യോഗം സമാധാനപരമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം മതപരമായ പ്രചാരണമെന്ന നിലയിൽ ഉപയോഗിക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശം നൽകി. ശബരിമലയുടെയോ അയ്യപ്പന്റെയോ പേരിൽ വോട്ട് ചോദിക്കുന്നത് അനുവദിക്കില്ലെന്ന് പറഞ്ഞ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സ്ത്രീ പ്രവേശനം വിഷയമാക്കിയാൽ തടയാനാകില്ലെന്നും വിശദീകരിച്ചു. ശബരിമലയുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിയുടെ ദൃശ്യങ്ങളും ചിത്രങ്ങളും പ്രകോപനമുണ്ടാക്കുന്നതെന്നും അവ ഉപയോഗിക്കരുതെന്നും ടിക്കാറാം മീണ. You should not invoke the Lord Ayyappan's name to get the vote. It's very clear. അയോധ്യ, മുത്തലാഖ് വിഷയങ്ങളെ പോലെ ഇക്കാര്യവും പ്രചാരണ രംഗത്ത് ഉപയോഗിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. ശബരിമല ലൈവ് ഇഷ്യൂ ആയി പറയാം, പക്ഷെ ഒരു മതങ്ങൾ തമ്മിലോ ഒരു സമുദായം തമ്മിലോ അല്ലെങ്കിൽ ഇന്ന് നിലവിലുള്ള സമാധാനമായിട്ടുള്ള അന്തരീക്ഷത്തെ തകർക്കുന്ന തരത്തിലോ അത് ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ശബരിമലയടക്കം സമകാലീന വിഷയങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. വർത്തമാന കാലഘട്ടത്തിലെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിലുള്ള എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ശബരിമലയും വരും. മോദിയുടെ ഭരണ നേട്ടങ്ങൾ പറയാനില്ലാത്തതിനാലാണ് ശബരിമല മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ BJP ശ്രമിക്കുന്നതെന്നായിരുന്നു ഇടതു നേതാക്കളുടെ ആരോപണം. 24 തിരുവനന്തപുരം. ശബരിമല പ്രചാരണ വിഷയമാക്കരുത് എന്ന് പറയാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമില്ലെന്ന് കോൺഗ്രസ് നേതാവ് K സുധാകരൻ തുറന്നടിച്ചു. ശബരിമലയെ തകർക്കാൻ LDF സർക്കാർ നടത്തിയ കിരാത ശ്രമം ചർച്ച ചെയ്യണം. ഏത് കമ്മീഷൻ പറഞ്ഞാലും ശബരിമല വിഷയം UDF ചർച്ച ചെയ്യും. അതിനുവേണ്ടി ജയിലിൽ പോകാനും തയ്യാറാണെന്ന് K സുധാകരൻ പറഞ്ഞു. പാർലമെന്റിൽ MP എന്ന നിലയിൽ PK ശ്രീമതി വട്ടപൂജ്യമായിരുന്നുവെന്നും മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നും K സുധാകരൻ 24നോട് പ്രതികരിച്ചു. ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നില്ലെങ്കിലും സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ ഉറപ്പായ ശേഷം K സുധാകരൻ കണ്ണൂരിലെത്തിയിരിക്കുകയാണ്. പ്രചാരണം ആരംഭിക്കുകയാണ്. ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടോ? 100 അല്ല 201% ഈ നിയോജകമണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കും. കഴിഞ്ഞ തവണ വന്ന പെശകൊക്കെ ഞങ്ങൾ വളരെ വിലയിരുത്തിയതാണ്. ഞങ്ങൾക്കത് ഒഴിവാക്കാമായിരുന്നു. കുറച്ച് നേരത്തെ നമ്മൾ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അകത്തുണ്ടായ പരാജയ കാരണങ്ങൾ ഒഴിവാക്കിയെടുക്കാൻ സാധിക്കുമായിരുന്നു എന്നതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി. ഇക്കുറി ഒരു തരത്തിലുള്ള ലൂപ്പ് ഹോൾ ഇല്ലാത്ത ഒരു ഇലക്ഷൻ പ്രചരണമാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ഇന്ന് മുതൽ തുടങ്ങി നമ്മൾ പ്രചരണം. ഞാൻ ഇന്ന് കണ്ണൂർ എത്തിയേ ഉള്ളൂ. ഇന്ന് മുതൽ എൻ്റെ പ്രചരണം ആരംഭിക്കുകയാണ്. അതിൻ്റെ ഓരോ പ്രവർത്തന മേഖലയിലേക്കും നമ്മൾ അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. രാഷ്ട്രീയ സാഹചര്യം നമുക്ക് അനുകൂലമാണ്. ജനവിശ്വാസം ഈ രണ്ട് ഗവൺമെൻറ്റുകൾക്കും എതിരാണ്. അക്രമ രാഷ്ട്രീയം ജനങ്ങളിൽ നിന്ന് CPM-നെ അകറ്റുന്നു.
നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ ലംഘനം, വർഗീയ ഫാസിസത്തിൻ്റെ വളർച്ച, ഇതൊക്കെ ഇന്ത്യയിലെ മൈനോറിറ്റിയുടെയും ജനസാമാന്യത്തിൻ്റെയും മനസ്സിൻ്റെ അകത്ത് ആശങ്ക പടർത്തിയ ഒരു രാഷ്ട്രീയ കാലഘട്ടമാണ്. ഏറ്റവും കോൺഗ്രസിനൊരു പക്ഷേ അടുത്ത കാലമൊന്നും ഇത്രയും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം വീണ് കിട്ടിയിട്ടില്ല. ഈ സാഹചര്യങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ പത്രമാധ്യമങ്ങളുടെ സർവേ, ആ സർവേൻ്റെ അകത്ത് ഞാൻ ആദ്യം ആലോചിച്ചിരുന്നത് ശരിയാണോ എന്ന്. പക്ഷേ അതിനെ അനലൈസ് ചെയ്താൽ ശരിയാണ്. ആ സർവേക്കകത്ത് ഒരുപാട് ആധികാരികമായ കാരണങ്ങൾ അവർ അവലോകനം ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നോക്കിയാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അകത്ത്, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ രണ്ട് ഭരണകക്ഷികളെയും പിറകിലാക്കിക്കൊണ്ട് മുൻപോട്ട് കടന്നു വരാൻ സാധിക്കുന്ന സാഹചര്യം കോൺഗ്രസിന് അനുകൂലമായിട്ടുണ്ട്. അത് വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചാൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് കണ്ണൂരെന്നല്ല, ഈവൻ കാസർഗോഡ് പോലും UDF ജയിച്ചു വരുമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. കഴിഞ്ഞ 5 വർഷത്തെ വികസനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് എതിരാളിയായ PK ശ്രീമതി ഇപ്പോൾ പ്രചാരണം നടത്തുന്നത്. എന്തായിരിക്കും കണ്ണൂരിലെ തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചാരണ വിഷയങ്ങൾ? ആ വികസനത്തിൻ്റെ മറുപടി ഇന്ത്യയിലെ ലോക്സഭാ സ്പീക്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വട്ടപൂജ്യം നമ്പർ 1 പാർലമെൻറ്റിൽ ചോദ്യം ചോദിക്കാത്ത, പ്രസംഗിക്കാത്ത, അറ്റൻഡൻസ് ഇല്ലാത്ത, ഏറ്റവും സീറോയിൽ നിൽക്കുന്ന ഒരു MP ആണ് ശ്രീമതി ടീച്ചർ എന്ന സർട്ടിഫിക്കറ്റ് ലോക്സഭാ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെല്ലാ വീടുകളിലും എത്തിക്കും. അപ്പോൾ അവരുടെ നേട്ടവും കാര്യമൊക്കെ നമുക്ക് അപ്പോൾ കാണാം. ഇത്തവണ കണ്ണൂരിലെ പ്രധാന വിഷയങ്ങൾ എന്തായിരിക്കും? പ്രചരണ വിഷയം ഒരു സംശയം വേണ്ട. വർഗീയതക്കെതിരെയുള്ള പോരാട്ടം, CPMൻ്റെ അക്രമത്തിനെതിരെയുള്ള പോരാട്ടം, വികസനമൊക്കെ പിന്നെയല്ലേ. ഞാൻ ചോദിക്കുന്ന, ഒരു മനുഷ്യൻ ജീവിച്ചിട്ട് വേണ്ടേ ഇവിടെ വികസനം അനുഭവിക്കാൻ? ഇവിടെ ആളുകൾക്ക് ജീവിക്കാൻ അവസരമുണ്ടോ? ഇന്നിപ്പോൾ വെട്ടിക്കൊല്ലുന്ന ആളുകൾ എത്ര ചെറുപ്പക്കാരെയാണ്. ഇപ്പോൾ കല്ലോട്ട് നടന്ന കൊലപാതകം, ആ കൊലപാതകത്തിനകത്തുള്ള ബ്രൂട്ടാലിറ്റി, അതിനകത്തുള്ള സാഡിസം, അതൊക്കെ ജനമനസ്സിനകത്തേക്ക് പോകണം. എന്നിട്ടല്ലേ വികസനത്തിൻ്റെ ഫലം അനുഭവിക്കണമെങ്കിൽ ജീവനോടെ ഇരിക്കാൻ ഇവിടെ സാധിക്കേണ്ട. ഇവിടെ സുരക്ഷിതത്വമുണ്ടോ? അപ്പോൾ അക്രമത്തിനെതിരെ അത് തന്നെയാണ് നമ്പർ 1. അത് കഴിഞ്ഞേ ബാക്കി എല്ലാം ഉള്ളൂ. BJPക്കെതിരെ, വർഗീയ ഫാസിസത്തിനെതിരെ, അവരുടെ വാഗ്ദാന ലംഘനത്തിനെതിരെ, ഇന്ത്യ രാജ്യത്തെ കൊള്ളയടിച്ചൊരു പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ ചരിത്രം ജനങ്ങളുടെ മനസ്സിൽ തുറന്നു വെക്കാൻ സാധിക്കുന്ന ഒരു അപൂർവമായ നിമിഷമാണ്. ഒരു പക്ഷേ 70 വർഷത്തിനിടയ്ക്ക് ഒരു പ്രധാനമന്ത്രിക്കെതിരെ ഇത്രയും വലിയ അലിഗേഷൻസ് റേസ് ചെയ്തുകൊണ്ട് ഇലക്ഷൻ ഫേസ് ചെയ്യാൻ ഒരവസരം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. എല്ലാം അടിസ്ഥാനപരമായ ക്വസ്റ്റ്യൻ, മറുപടി പറയാൻ സാധിക്കാത്ത ചോദ്യങ്ങൾക്ക്, BJPക്ക് മറുപടി പറയാൻ സാധിക്കാത്ത കുറേ ചോദ്യങ്ങൾ, അതൊക്കെ ജനമനസ്സിനകത്ത് ജീവിക്കും. P. ജയരാജൻ വടകരയിൽ സ്ഥാനാർത്ഥിയാകുന്നു. അവിടെ എത്രത്തോളം UDFന് ജയിക്കാൻ എത്ര എളുപ്പമായി? ഞാൻ കുറച്ച് പ്രയാസമുണ്ടോ എന്നൊക്കെ കരുതുന്നു. ജയരാജനാണ് സ്ഥാനാർത്ഥി എന്നറിഞ്ഞപ്പോൾ നമ്മൾ വളരെ സന്തോഷിച്ചു. കാരണം തെരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം വളരെ അനുകൂലമാണ്. ചന്ദ്രശേഖരൻ മരിച്ചു വീണ മണ്ണല്ലേ, 51 വെട്ടുവെട്ടിക്കൊന്ന മണ്ണല്ലേ വടകരയുടെ മണ്ണ്. ആ കൊലപാതകത്തിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് തിരശീലക്ക് പുറകിലിരുന്ന് നടത്തിയ സൂത്രധാരകൻ P. ജയരാജനാണെന്നറിയാത്ത ഒരാളും വടകരയിലില്ല. ഇത്തവണ ശബരിമല വിഷയങ്ങളടക്കം പ്രചാരണ വിഷയമാക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരവകാശവും അധികാരവും ഇല്ല അങ്ങനെ പറയാൻ. ഇവിടെ നിങ്ങൾ ഇന്ത്യയിൽ രാമജന്മക്ഷേത്രം, രാമജന്മഭൂമിയുടെ ചർച്ചയാണ് കഴിഞ്ഞ 25 കൊല്ലമായി നടക്കുന്നത്. ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിനാറിയോ മാറിയത് രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ ചർച്ചയാണ്. ഇത്രയും നീണ്ട വർഷം ചർച്ച നടത്തി രാഷ്ട്രീയ സിനാറിയോയിൽ മാറ്റം വന്ന ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഇദ്ദേഹത്തിന് ഇതെന്ത് പറയാൻ അർഹത? ഇവിടെ ശബരിമല സംസാരിക്കാൻ പാടുന്നതിന് എന്താ അർത്ഥം? ശബരിമലയിൽ ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെയും പൊള്ളത്തരങ്ങൾ നമുക്ക് തുറന്നു കാട്ടേണ്ടുന്നത് UDFനാണ്. അധികാരം കയ്യിലുണ്ടായിട്ടും സുപ്രീം കോടതി വിധി റിപ്പൽ ചെയ്യാൻ നിയമനിർമ്മാണം നടത്താതെ ജനങ്ങളെ വഞ്ചിച്ച BJPയുടെ കള്ളത്തരം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശബരിമല ചർച്ച ചെയ്യണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കരുത് എന്ന നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറിയും തുഷാറിന്റെ അച്ഛനും ആയ വെള്ളാപ്പള്ളി നടേശൻ. തുഷാർ മത്സരിച്ചാലും താൻ പ്രചാരണത്തിന് ഇറങ്ങില്ല എന്ന് വ്യക്തമാക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആലപ്പുഴയിൽ AM ആരിഫിന് വിജയം സുനിശ്ചിതമാണെന്നും തിരുവനന്തപുരത്ത് മത്സരം തീപാറും എന്നും വെള്ളാപ്പള്ളി കൊല്ലത്ത് പ്രവചിച്ചു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SNDP യൂണിയൻ ഭാരവാഹികൾ മത്സരിക്കരുതെന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി വെള്ളാപ്പള്ളി വ്യക്തമാക്കി. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്ന കാര്യം അറിയില്ല. ഭാരവാഹികൾ മത്സരിക്കുകയാണെങ്കിൽ SNDP ഭാരവാഹിത്വം രാജിവെക്കണം. തുഷാർ മത്സരിച്ചാലും താൻ പ്രചരണത്തിനിറങ്ങില്ലെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. SNDP യോഗം ഭാരവാഹിയായി ഞാൻ പോലും നിൽക്കണമെങ്കിൽ പോലും ആ ഭാരവാഹിത്വം രാജിവെച്ചിട്ട് നിൽക്കുന്നതാണ് അഭികാമ്യമെന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നേരത്തെ പറഞ്ഞു, ഇപ്പോഴും പറയും, നാളെയും പറയും. ഒരു കാരണവശാലും പറയാം. ഞാൻ നിലപാട് എൻ്റെ പറഞ്ഞല്ലോ. ആർക്ക് വേണ്ടി ഞാൻ ഇറങ്ങിയത്?
ആലപ്പുഴയിൽ ആരിഫിന്റെ വിജയം സുനിശ്ചിതമാണ്. ആര് നിന്നാലും ആരിഫിനെതിരെ ജയിക്കില്ല. ആലപ്പുഴയിലെ കോൺഗ്രസ് ഈഴവ സമുദായത്തെ ദ്രോഹിച്ചു. പരാജയഭീതിയിലാണ് KC വേണുഗോപാൽ ഒളിച്ചോടുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ആ ആരിഫ് തീർച്ചയായിട്ടും അവിടുന്ന് പെട്ടി എണ്ണേണ്ട കാര്യമില്ല. ജയിച്ചു, നോമിനേഷൻ കൊടുത്തപ്പോൾ തന്നെ ജയിച്ചു കഴിഞ്ഞു. അയാൾക്കെതിരായിട്ട് ഒരാളെപ്പോലും ആര് നിർത്തിയാലും ജയിക്കാനുള്ള യാതൊരു സാധ്യതയില്ല. തിരുവനന്തപുരത്ത് തീപാറുന്ന പോരാട്ടമായിരിക്കും ഇക്കുറി നടക്കുകയെന്ന് വെള്ളാപ്പള്ളി വ്യക്തമാക്കി. വിവാദങ്ങളൊന്നും ഇല്ലാത്ത നേതാവാണ് കുമ്മനം. പ്രവചനാതീതമാണ് തിരുവനന്തപുരത്തെ മത്സരമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. 3 ത്രികോണ മത്സരം ശക്തന്മാരായ മിടുക്കന്മാരായ അതിൽ നിന്ന് മത്സരിക്കുമ്പോൾ ആരെങ്ങനെ കടന്നു പോകുമെന്ന് പ്രവചിക്കുവാൻ നമുക്ക് ഈ സന്ദർഭത്തിൽ സാധിക്കില്ല എന്നുള്ളതാണ് നേര്. സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾക്ക് ശേഷം യോഗം കൗൺസിൽ കൂടി സമുദായത്തിന്റെ നിലപാട് പ്രഖ്യാപിക്കുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. 24 കൊല്ലം. BJPയിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയായി കോൺഗ്രസ് മാറിയാൽ അങ്ങനെ ചിന്തിക്കുന്നവരെ കുറ്റപ്പെടുത്താനാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതനിരപേക്ഷ പാർട്ടിയാണെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. പക്ഷേ അതിന് ഫലമുണ്ടാകുന്നില്ലെന്ന് പിണറായി പരിഹസിച്ചു. ഇടതുപക്ഷത്തെ എന്തിന് പാർലമെന്റിലേക്ക് അയക്കണമെന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയും മുഖ്യമന്ത്രി നൽകി. ഇടതുപക്ഷം ഒരു കാലത്തും രാജ്യത്ത് വലിയ ശക്തിയായിരുന്നില്ല. പക്ഷേ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളിൽ വലിയ തോതിൽ ഇടപെടുന്നവരായിരുന്നു ഇടതുപക്ഷം. കേരളത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത് ബദൽ നയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. BJP പോയി അധികാരത്തിൽ മറ്റൊരു പേര് വന്നാൽ മാത്രം രാജ്യത്തിന് ഗുണകരമാകില്ല. പകരം പുതിയ ബദൽ നയം മുന്നോട്ട് വയ്ക്കണം. അതിനായി പാർലമെന്റിൽ ഇടതുപക്ഷത്തിന് നല്ല പ്രാതിനിധ്യം വേണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇടതുമുന്നണി തിരുവനന്തപുരം ജില്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ. കോൺഗ്രസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് BJPയിലേക്കുള്ള പല നേതാക്കളെയും ഇപ്പോൾ പരിശോധിച്ചാൽ ഒരു BJPയിലേക്കുള്ള റിക്രൂട്ടിംഗ് കേന്ദ്രമായി കോൺഗ്രസ് മാറിയോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല. ആലത്തൂരിലെ LDF കൺവെൻഷനിൽ വൈദികരെ പങ്കെടുപ്പിച്ചതിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. മതചിഹ്നമായ ലോഹയിൽ വൈദികർ കൺവെൻഷനിലെത്തിയത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് എന്ന ആരോപണമുയർത്തി അനിൽ അക്കരെ MLA മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. വടക്കഞ്ചേരിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF കൺവെൻഷനിൽ വൈദികർ പങ്കെടുത്തത് ലോഹയണിഞ്ഞാണെന്നും ഇത് സംബന്ധിച്ച ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിലും പാർട്ടി പത്രത്തിലും പ്രചരിപ്പിച്ചുവെന്നും കാണിച്ചാണ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട അനിൽ അക്കരെ MLA തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. ദേശാഭിമാനിയുടെ ഈ ഫ്രണ്ട് പേജ് ഉപയോഗിച്ചുകൊണ്ട് ഈ അച്ഛന്മാരിരിക്കുന്ന പടം വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ വ്യാപകമായ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ക്രിസ്തുമത വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ വോട്ട് ആലത്തൂരിൽ LDFനാണ് എന്ന രീതിയിലുള്ള വ്യാപകമായ പ്രചരണം നടക്കുകയാണ്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ശബരിമല എന്ന വാക്ക് ഉപയോഗിക്കുന്നത് തെറ്റാണെങ്കിൽ ഈ മതപരമായ ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് ആലത്തൂർ കൺവെൻഷൻ നടത്തിയ ആ കൺവെൻഷനെതിരായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കണം. അതിനകത്ത് നേതൃത്വം കൊടുത്ത പിണറായി വിജയനും PK ബിജുവും പൂർണ്ണമായി തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് ടിക്കാറാം മീണയുടെ ഭാഷയിൽ നടത്തിയതെന്ന് വെച്ചാൽ അത് ടിക്കാറാം മീണ തന്നെ കേസെടുക്കണം. ആലത്തൂർ മണ്ഡലത്തിലെ ചില പള്ളികൾ തുറന്നുകൊടുക്കാമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് യാക്കോബായ സഭയുമായി ബന്ധപ്പെട്ട വൈദികർ കൺവെൻഷനിൽ പങ്കെടുത്തതെന്നും അനിൽ അക്കരെ ആരോപിച്ചു. മുഖ്യമന്ത്രിക്കും സ്ഥാനാർത്ഥി PK ബിജുവിനുമെതിരെ നടപടി വേണമെന്നതാണ് പരാതിയിലെ മുഖ്യ ആവശ്യം. 24 തൃശൂർ. അധികാരത്തിലെത്തിയാൽ കേന്ദ്ര സർക്കാർ ജോലികൾക്ക് 33% വനിതാ സംവരണം ഏർപ്പെടുത്തുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ചെന്നൈയിലെ സ്റ്റെല്ല മരിയ വനിതാ കോളേജിൽ വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രഖ്യാപനം. മോദി സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും തകർക്കുകയാണ്. അധികാരത്തിലെത്തിയാൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി GDPയുടെ 6% നീക്കിവെക്കുമെന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. Can you call me Rahul instead of sir? Okay. Makes me സർ എന്ന് വിളിച്ച് ചോദ്യം ആരംഭിച്ച വിദ്യാർത്ഥിയെ രാഹുൽ എന്ന് വിളിച്ചാൽ മതിയെന്ന് തിരുത്തിയാണ് ചെന്നൈയിലെ സ്റ്റെല്ല മരിയ വനിതാ കോളേജ് വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് രാഹുൽ ഗാന്ധി ഉത്തരങ്ങൾ നൽകി തുടങ്ങിയത്. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ സാമർഥ്യമുള്ളവരാണെന്ന് പറഞ്ഞ രാഹുൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള പദ്ധതികളും വിശദീകരിച്ചു. I don't think women should be second to men in anything. I think women should be at the same level as men in everything. വിദ്യാഭ്യാസ മേഖലയിലെ വഴിവിട്ട സ്വകാര്യവൽക്കരണത്തെ തള്ളിപ്പറഞ്ഞ രാഹുൽ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്തുന്നതിന് കൂടുതൽ പണം ചെലവഴിക്കുമെന്നും കൂട്ടിച്ചേർത്തു. സഹോദരി ഭർത്താവ് റോബർട്ട് വാദ്രക്കെതിരെ അന്വേഷണം നടത്തണമെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ നരേന്ദ്രമോദിക്കെതിരായ ആരോപണങ്ങളിൽ
എന്തുകൊണ്ട് അന്വേഷണം നടക്കുന്നില്ല എന്നും രാഹുൽ ചോദിച്ചു. താൻ ചെയ്യുന്നത് പോലെ 3000 വനിതാ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ നിന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ മോദിക്ക് ധൈര്യമുണ്ടോ എന്നും രാഹുൽ ചോദിച്ചു. How many times have you seen the Prime Minister of India standing in the middle of 3,000 women like this? 24 Delhi. How many times have you seen? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാജ്യത്തെ തൊഴിൽ ഘാതകനെന്ന് കോൺഗ്രസ്. തൊഴിലില്ലായ്മയാണ് രാജ്യത്തെ യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയെന്നും കോൺഗ്രസ് ദേശീയ വക്താവ് രൺദീപ് സുർജേവാല പറഞ്ഞു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ എല്ലാ സൂചികകളും താഴ്ന്ന നിരക്കിലാണ്. കാർഷിക വ്യാവസായിക വളർച്ച കുത്തനെയിടിഞ്ഞു. തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് കാർഷിക അസംഘടിത ഇടത്തരം ചെറുകിട വ്യാപാര മേഖലകളെ കേന്ദ്രീകരിച്ച് പ്രത്യേക പദ്ധതികൾ അധികാരത്തിലെത്തിയാൽ നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. Friends, Modi government is the single biggest destroyer of jobs, of hope and of future for India's youth. PM Modi came to power promising 2 crore jobs a year. 5 years down the line, joblessness and unemployment are at a 45-year high. ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദുമായി ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി കൂടിക്കാഴ്ച നടത്തി. മ്യൂററ്റിലെ ആനന്ദ് ആശുപത്രിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഭീം ആർമിയുടെ ഹുങ്കാർ റാലിക്കിടെ ദയൂബന്ദിൽ ചന്ദ്രശേഖറിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കസ്റ്റഡിയിലിരിക്കെ ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് മീററ്റിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പടിഞ്ഞാറൻ യുപിയിലെ സഹാറൻപൂർ മേഖലയിൽ സ്വാധീനമുള്ള ചന്ദ്രശേഖർ ആസാദ് ദളിത് വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിൽ SP-BSP സഖ്യത്തിന് നൽകിയ പിന്തുണ പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയുള്ള പ്രിയങ്കയുടെ കൂടിക്കാഴ്ചയ്ക്കേറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. എന്നാൽ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമില്ലെന്നും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. ഇലക്ഷൻ കാലത്ത് സ്ഥാനാർത്ഥികളുടെയും നേതാക്കളുടെയും പ്രതികരണങ്ങളുമായി ഇനി ഇലക്ഷൻ ടോക്കിലേക്ക്. എതിർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമായി വടകരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി P. ജയരാജൻ. എതിരാളികൾ ആരായാലും തനിക്ക് തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്നും P. ജയരാജൻ 24-നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണ തിരക്കിടയിൽ നമ്മളോടൊപ്പം ചേരുന്നത് വടകര മണ്ഡലം സ്ഥാനാർത്ഥി P. ജയരാജൻ. എന്തൊക്കെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്? അതായത് രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ നിലവിലുള്ള BJP ഗവൺമെൻറ്റിനെ പുറത്താക്കുക, ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവരിക, അതോടൊപ്പം ഇന്ത്യൻ ലോക്സഭയിൽ കൃഷിക്കാർ, തൊഴിലാളികൾ, തൊഴിലില്ലാത്തവർ, സ്ത്രീകൾ അടക്കമുള്ള ജനവിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഒരു ശക്തമായ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം 17ാമത് ലോക്സഭയിൽ ആവശ്യമാണ്. അപ്പോൾ ആ നിലക്ക് ഇടതുപക്ഷത്തിൻ്റെ അംഗബലം കൂട്ടിയാൽ മാത്രമേ രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഉറപ്പുണ്ടാവുകയുള്ളൂ. ഈ കോൺഗ്രസ് ഒരു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ്. അവർ പലപ്പോഴും BJP അനുകരിക്കാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സൂചിയുടെ പിന്നാലെ നൂലും എന്ന് പറഞ്ഞതുപോലെയാണ് BJPയുടെ പിന്നാലെ കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. മധ്യപ്രദേശിലും രാജസ്ഥാനിലുമുള്ള കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ BJP നടപ്പാക്കുന്ന ഗോരക്ഷാ പ്രവർത്തനങ്ങൾ അവരേറ്റെടുത്തിരിക്കുകയാണ്. കാലിക്കടത്തിൻ്റെ പേരിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട യുവാക്കളെ ദേശീയ സുരക്ഷാ നിയമമനുസരിച്ചാണ് പിടിച്ച് ജയിലിലടച്ചത്. അവർക്ക് ജാമ്യം കിട്ടില്ല. അപ്പോൾ BJP അനുകരിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയാലും പ്രചാരണ രംഗത്ത് അതിവേഗം പാർട്ടി മുന്നേറുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും UDF തന്നെ വിജയിക്കുമെന്നും വടകരയിൽ എന്ത് വില കൊടുത്തും P. ജയരാജനെ പരാജയപ്പെടുത്തുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് 24-നോട് പ്രതികരിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാൻ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നിലവിലിപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകിയിരിക്കുന്നു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സജീവമാകുന്നു. ഇതൊരു ഘട്ടത്തിൽ ഇടതുമുന്നണിക്കല്ലേ മേൽക്കൈ നൽകുക?
മാർക്സിസ്റ്റ് പാർട്ടിയെപ്പോലെ അല്ലെങ്കിൽ CPI പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയെപ്പോലെ എളുപ്പത്തിൽ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികളല്ല കോൺഗ്രസിൻ്റേത്. അതിപ്പോൾ മാത്രമല്ല എല്ലാ കാലത്തും അത് തന്നെയായിരുന്നു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ അവസാനമാണ് വരുന്നത്. പക്ഷേ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു റോക്കറ്റ് വിട്ടതുപോലെ സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് മുന്നോട്ട് പോകും. ഇപ്പോൾ വടകരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി P. ജയരാജൻ, CPIയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ്, മാത്രമല്ല ആ ഒരു മേഖലയിൽ പാർട്ടിക്കേറെ ജനങ്ങൾക്കേറെ ജനസമ്മതിയുള്ള നേതാവ്. എന്നിട്ടും ഈ ഒരു ഘട്ടത്തിൽ വടകരയിൽ ഇപ്പോൾ അദ്ദേഹം മത്സരിക്കില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സിറ്റിംഗ് സീറ്റായിട്ടുള്ളത് നഷ്ടപ്പെടുന്നത് തുല്യമായില്ലേ? വടകരയിൽ P. ജയരാജൻ സ്ഥാനാർത്ഥി ആയതോടുകൂടി തന്നെ UDFൻ്റെ വിജയസാധ്യത 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. വടകരയിൽ ജനങ്ങൾ ഒരിക്കലും വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾ P. ജയരാജനെപ്പോലുള്ള ഒരാളെ ജയിപ്പിക്കാൻ തയ്യാറാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വടകരയിൽ മുമ്പ് ഇന്നത്തേക്കാളും നാം പരിശോധിച്ച് നോക്കി രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ച് നോക്കുമ്പോൾ UDFന് വലിയ വിജയസാധ്യതയാണുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ ഒരു മത്സരത്തിലേക്ക് പോകേണ്ട സാഹചര്യം വരുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. വടകരയിലെ വിജയസാധ്യത പരിശോധിച്ചുകൊണ്ടായിരിക്കും KPCC, കോൺഗ്രസ് പാർട്ടി, UDFും ഒരു തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനം വടകരയിൽ അനുയോജ്യമായ തീരുമാനമെടുക്കാൻ കഴിയുന്ന നേതാക്കളാണ് KPCC അധ്യക്ഷൻ. വടകരയുടെ എല്ലാ ചലനങ്ങളും അറിയാവുന്ന നേതാവാണ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അതുപോലെ മറ്റു നേതാക്കളും UDF നേതാക്കന്മാർക്കും വടകരയുടെ എല്ലാ പൾസും അറിയാവുന്നവരാണ്. അതുകൊണ്ട് തന്നെ അതിന് അനുസരിച്ചുള്ള വിജയസാധ്യതയ്ക്കനുസരിച്ച് എന്ത് വില കൊടുത്തും P. ജയരാജനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഏത് മാർഗവും ഞങ്ങൾ സ്വീകരിക്കും. അതിന് അനുയോജ്യമായ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും UDFൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ തോന്നുന്നത്. എന്തായാലും 15-ാം തീയതിയോടുകൂടി തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രഖ്യാപനമുണ്ടാകും. ക്യാമറാമാൻ സുബൈർ ഫൈസിയോടൊപ്പം നിതിൻ അബുജൻ, 24. തെരഞ്ഞെടുപ്പ് രംഗത്തെ വാർത്തകളിലുമായി ഇലക്ഷൻ ഗേറ്റ് ഇനി നാളെ ഇതേ സമയം. നമസ്കാരം. You are watching 24 from News Headquarters, Kochi. Abir Election Gate.